ഹായ് ഫ്രണ്ട്സ്, വീക്കെൻഡ് ഫൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ്, കായൽ തീരം, അങ്ങനെ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഞണ്ടിനെ റോസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഞണ്ടെടുക്കുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. തൃപ്പൂണിത്തുറയിൽ ആമയുടെ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് ചിന്നൻ ചേട്ടൻ എന്ന് പറയും. പുള്ളിയുടെ ഇല്ലാത്ത കളക്ഷൻസ് ഒന്നുമില്ല, നല്ല ഇടത്തരം ഞണ്ടുകളും വലുതും ചെറുതൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തേക്കണത്, വീഡിയോക്ക് വേണ്ടി എടുത്തേക്കണത് ഒരു ഇടത്തരം ഞണ്ടുകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഞണ്ടിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടാ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇഷ്ടംപോലെ ഞണ്ട് കാണും. നമ്മൾ സാധാരണ എടുക്കുന്ന സ്ഥലത്ത് തന്നെ വന്നത്. നമ്മൾ ഇന്ന് ഇത്തിരി വൈകിപ്പോയി വന്നപ്പോൾ, കാരണം വാരാപ്പുഴ എന്നൊരു ടീം വന്ന് അത്യാവശ്യം വലിയ ഞണ്ടിനെയൊക്കെ അവർ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തേക്കണത് ഒരു ഇടത്തരം ഞണ്ടുകളാണ്. ഇതിലും ചെറുതോർണം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് എടുത്തില്ല. നമുക്ക് ആവശ്യം ഇത്തിരി വലുതല്ലെങ്കിലും അതിൻ്റെ മിഡിൽ നിൽക്കുന്ന ഒരു ഞണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനൊക്കെ എടുത്തേക്കണേ. പിന്നെ പുള്ളിയുടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ പുള്ളിയുടെ ഒരു ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് എടുത്താൽ മതി. തൃപ്പൂണിത്തുറയുടെ ഭാഗത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്, ആമയുടെ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട്. പുള്ളിയുടെ അത്യാവശ്യം നല്ല ഞണ്ടുകളുണ്ട്. പുള്ളി അത്യാവശ്യം നോക്കി വാങ്ങണം. ഞങ്ങൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ഏരിയ ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഞണ്ട് ക്ലീനിങ് പ്രോസസ്സിലേക്ക് കിടക്കണേണ്ട. ആദ്യം ഇതിൻ്റെ കാലൊക്കെ ഒടിച്ച് മാറ്റി ഞണ്ട് സെപ്പറേറ്റ് മാറ്റി എടുക്കണേ. അതിൻ്റെ കാല് അപ്പൊ കൊച്ചിന് ചെറിയൊരു ആഗ്രഹം, ഒരു ഞണ്ടിനെ കിള്ളണമെന്നുള്ള. അപ്പൊ നമ്മൾ ഒരു കൊച്ചിന് കൊടുക്കണേ. ചെറുതെടുത്താൽ ഓടിച്ചു ഓടിച്ചു കാലൊടിച്ചു, നേരത്തെ രണ്ട് കാലൊടിച്ചു. തിരികെ കണ്ടാ, പിള്ളേര് ഇപ്പോഴേ പഠിച്ചു വരട്ടിട്ടല്ല. നീനകത്ത് കിട്ടും. അപ്പൊ നമ്മൾ ഇനി ഞണ്ട് ക്ലീൻ ചെയ്യാൻ പോണേണ്ട. ഇതെല്ലാം സെപ്പറേറ്റ് തിരിച്ചെടുത്തിട്ടുണ്ട്, കാലൊക്കെ ഒടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് വെള്ളത്തിലിട്ട് കഴുകി നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം ഞണ്ട് നമ്മൾ പൊളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഞണ്ടിനെ നല്ല വെള്ളത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണേ. കഴുകി കംപ്ലീറ്റ് അഴുക്കൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് ഇത് പൊളിക്കാനായിട്ട്. അല്ലെങ്കിൽ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി പിടിച്ചിരിക്കും. ഞണ്ടിന് മേലുള്ള അഴുക്കൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണേ ഈ വെള്ളത്തിൽ തന്നെ. ഞണ്ടിൻ്റെ ഈ സൈഡേ ഇത് നമ്മൾ കാലുകൊണ്ട് പൊളിച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. അവിടെ അഴുക്കുണ്ടാവാറുണ്ട് സാധാരണ. അപ്പം നമ്മൾ ഞണ്ട് പൊളിക്കണേണ്ട ക്ലീൻ ചെയ്ത് കഴുകി കൊണ്ടുവന്നുണ്ട്. പിന്നെ ഇത് പൊളിച്ചെടുത്ത് ഇതിൻ്റെ പുന്നൊക്കെ സെപ്പറേറ്റ് മാറ്റണം. അപ്പോൾ നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ അതെ, നമ്മൾ വേറൊരു സാധനം കാണിക്കണേ. ഇവന് ഓർമ്മയുണ്ടല്ലോ അല്ലേ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ താരമാണ് അൺബോക്സ്. അപ്പോൾ നമുക്ക് റോസ്റ്റിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം. 2 കഷ്ണം സവാള, അതിനു മുമ്പ് 1 കിലോ ഞണ്ടാണ് നമ്മൾ വാങ്ങിച്ചേക്കണത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ 2 സവാള, ഒരു ചെറിയ പാത്രം ചെറുള്ളി, കുറച്ച് വെളുത്തുള്ളി, 3 കഷ്ണം ഇഞ്ചി, 3 കഷ്ണം പച്ചമുളക്, പിന്നെ ഉടമ്പുളി നമ്മൾ വെള്ളത്തിലിട്ടത്. ഈ സവാളയും ചെറുള്ളിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ചതച്ചെടുക്കുക. പച്ചമുളക് അരിഞ്ഞെടുത്താൽ മതി. ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ടിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണേ. അതിനകത്തേക്ക് സ്വല്പം മഞ്ഞപ്പൊടി ഇടാം, കുറച്ച് മതി. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു കഷ്ണം പച്ചമുളക് നമ്മൾ അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇടുന്നേ. ഇതൊന്ന് ഇളക്കിയിട്ട്
ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി വെക്കണേ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് സവാളയും ചെറുള്ളിയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഞണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല സ്മെല്ല് വന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സവാള ഉള്ളി ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകണതാണ്. അപ്പോൾ അത് ഞണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി നമ്മളെ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം താഴത്ത് കിടപ്പുണ്ട്. അത് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാനുള്ളതാണ്. നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞണ്ടിനെ മാറ്റുന്നുണ്ട്. മാറ്റി വെച്ചിട്ട് ഇതിനകത്തേക്ക് തന്നെ നമ്മൾ ബാക്കി ഉള്ള സാധനങ്ങൾ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കണം. ഒരു പ്ലേറ്റിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. ചട്ടി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി ഇതിൻ്റെ മസാല കൂട്ടൊക്കെ റെഡിയാക്കാനുള്ള ഇതിലേക്ക് പോവാം. നമ്മുടെ മസാല റെഡിയാക്കാൻ വേണ്ടിയാണ് ഞണ്ട് റോസ്റ്റ് ചെയ്യാനുള്ള. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണേ. ഇത് നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. പച്ചമുളകും വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലോണം വയറ്റി വന്നു കേട്ടോ. നമ്മുടെ സവാളൊക്കെ എല്ലാം വയറ്റി കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാം. ഇത് ഇടിച്ച മുളകാണ്. ഇത് സ്വല്പം എടുക്കുക. കുരുമുളക് പൊടി കുറച്ച്, മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി എല്ലാം കുറച്ച് മതി. നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല റെഡിഷ് കളറായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഞണ്ട് ഇടണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ എല്ലാത്തിലും കയറി പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ആ ഞണ്ടിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് വേവിച്ചെടുക്കണേ കേട്ടോ ചെറുതായിട്ട്. അത് കഴിയുമ്പോൾ നമുക്ക് സാധനം എടുക്കാം. നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രുചിച്ച് നോക്കാം. ഓക്കെ. നമ്മൾ ആദ്യം നമുക്ക് ശ്രീയക്കുട്ടി കൊടുക്കണേണ്ട. എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കാനാണേ. സംഭവം പൊളിച്ചാണ് കേട്ടോ. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. സംഭവം നല്ല ടേസ്റ്റാണ്. ഇച്ചിരി എരിവൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്.
നമ്മുടെ നണ്ട് റോസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോകളുമായി വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബായ്.